ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്തിന്റെയും വർഷയുടെയും മുറിയിൽ മാത്രം അശാന്തി പകരുന്നുണ്ടായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ മനോഹരമായ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടേണ്ട സമയത്ത് അവരുടെ ഇടയിൽ വലിയൊരു തർക്കം തന്നെ ഉടലെടുത്തു. വിഷയം മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞു വേണമെന്നുള്ള ശ്രീകാന്തിന്റെ ആഗ്രഹവും അമ്മയാവാൻ താൻ തയ്യാറല്ലെന്ന വർഷയുടെ കടും പിടുത്തവും. വർഷേ, നീ വെറുതെ പേടിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നിന്റെ കൈകളിലേക്ക് ആ പിഞ്ചു പൈതലിനെ ഏറ്റുവാങ്ങുമ്പോൾ മാറാവുന്നതേയുള്ളൂ നിന്റെ ഈ പേടിയും ആശങ്കയുമെല്ലാം. മാതൃത്വം എന്നത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന വലിയൊരു വരദാനമല്ലേ. നിന്റെ മനസ്സ് അപ്പോൾ തന്നെ താനെ മാറും. ശ്രീകാന്ത് വളരെ സ്നേഹത്തോടെ തന്നെ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ വർഷയുടെ മുഖത്ത് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവൾ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇല്ല ശ്രീകാന്ത്, എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എനിക്കിപ്പോ പ്രസവിക്കാൻ വയ്യ. കുട്ടികൾ വേണ്ട എന്നത് എന്റെ ഉറച്ച തീരുമാനം തന്നെയാണ്, അവൾ കടുപ്പിച്ചു പറഞ്ഞു. ശ്രീകാന്ത് ആകെ നിരാശനായി. അപ്പോ നിന്റെ തീരുമാനം അതാണല്ലേ, പ്രസവിക്കില്ല എന്ന്? എങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്കൊരു കുഞ്ഞിനെ വേണം, ഒരു അച്ഛനാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിനു വേണ്ടി ഞാൻ വേറെ കല്യാണം കഴിക്കണമെന്നാണോ നീ ഈ പറയുന്നത്? ശ്രീകാന്തിന്റെ സ്വരത്തിൽ സങ്കടവും ദേഷ്യവും കലർന്നിരുന്നു. ഇത് കേട്ട വർഷയുടെ കണ്ണുകൾ വിടർന്നു. ഓ ശ്രീകാന്ത്, അവിടം വരെ ചിന്തിച്ചോ? അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തന്നെ അത് ഇപ്പൊ തന്നെ അങ്ങ് കളഞ്ഞേക്കണം. ശ്രീകാന്ത്, ഒരിക്കലും അച്ഛനാവാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങളങ്ങ് ചെയ്യും. വർഷയുടെ വാക്കുകളിൽ ഭീഷണി നിഴലിച്ചു. ശ്രീകാന്ത് ആകെ തളർന്നുപോയി. പിന്നെ എന്ത് ചെയ്യാനാണ് വർഷേ, നമുക്കും ഒരു കുഞ്ഞൊക്കെ വേണ്ടേ? വർഷ പെട്ടെന്ന് തന്നെ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതിന് പ്രസവിക്കുക എന്ന് മാത്രമല്ലല്ലോ വഴി, വേറെയും ഓപ്ഷൻസ് ഉണ്ടല്ലോ. വാടക ഗർഭധാരണം പോലെ എന്തെങ്കിലും നമുക്ക് ചെയ്തൂടെ? ശ്രീകാന്ത് അത് കേട്ടതോടെ ഞെട്ടിപ്പോയി. വാടക ഗർഭധാരണമോ? അതൊക്കെ എങ്ങനെ ശരിയാവും വർഷേ? നമ്മുടെ കുടുംബത്തിൽ അതൊന്നും നടക്കില്ല, അവൻ എതിർത്തു. എന്ത് ശരിയാവില്ലെന്ന്? വേറൊരാൾ പ്രസവിച്ചാലും അത് നമ്മുടെ കുഞ്ഞ് തന്നെയല്ലേ? ഇപ്പോൾ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ഈ മാർഗമാണ് സ്വീകരിക്കുന്നത്. എന്റെ ശരീരത്തിന് മാറ്റം വരുത്താതെ തന്നെ നമുക്ക് അമ്മയാവാനും അച്ഛനാവാനും പറ്റും, വർഷ വാദിച്ചു. ശ്രീകാന്ത് തലയാട്ടി. അവരൊക്കെ എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കതിലൊന്നും താല്പര്യമില്ല. മാത്രവുമല്ല, അമ്മ എങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല, അത് വലിയ പ്രശ്നമാവും. വർഷ പുച്ഛത്തോടെ ചിരിച്ചു. അവരെന്തിനാ സമ്മതിക്കുന്നത്? ഇത് എന്റെ ശരീരത്തിന്റെയും എന്റെ കുട്ടിയെയും ബാധിക്കുന്ന കാര്യമാണ്. തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശ്രീകാന്ത് അവളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ നിന്റെ വീട്ടുകാരോ എന്റെ വീട്ടുകാരോ ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കില്ല. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അമ്മയായി തുടങ്ങുമ്പോൾ നിന്റെ ഈ പേടിയൊക്കെ അങ്ങ് മാറും. പക്ഷേ വർഷ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന വാശിയായിരുന്നു. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുത്തത് ഞാനാണ്. നിനക്ക് റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പ്ലാനുകളൊക്കെ ഇല്ലേ പ്രധാനം? അതിനെ പറ്റിയിട്ട് നീ ചിന്തിക്ക്. കുഞ്ഞിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് തന്നെ വർഷ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. വർഷയുടെ ഈ പോക്ക് എങ്ങോട്ടേക്കാണെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രീകാന്ത് വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു. അങ്ങനെ രാത്രി ഏറെ വൈകിട്ടും സുധിക്ക് ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. അവന്റെ കൈകളിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആ കത്ത് അവന്റെ മനസമാധാനം കെടുത്തുന്നതായിരുന്നു. നിന്റെ ചുറ്റുമുള്ള ആളുകളെ കൊണ്ട് നിനക്കൊരു അപകടം ഉണ്ടാകാൻ പോകുന്നു എന്ന വരികൾ അവന്റെ തലച്ചോറിൽ അപായമണി മുഴക്കുന്നുണ്ടായിരുന്നു. അവൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അടുത്ത് ശാന്തമായി ഉറങ്ങുന്ന ശ്രുതിയെ അവൻ സംശയത്തോടെ നോക്കി. ഇനി ഇവളെ കൊണ്ടാവുമോ എനിക്ക് അപകടം സംഭവിക്കാൻ പോകുന്നത്? ശ്രുതിയുടെ മനസ്സ് കാടുകയറി. പിന്നെ അവൻ തന്നെ അത് തിരുത്തി. ഹേയ്, ചിലപ്പോൾ ആയിരിക്കില്ല. പേടിയും ഉത്കണ്ഠയും സഹിക്കാനാവാതെ അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഒടുവിൽ സഹിക്കെട്ട് അവൻ അമ്മ ചന്ദ്രമതിയെ ഫോൺ ചെയ്തു. എന്തു ചെയ്യും അമ്മേ? ശ്രുതിക്ക് ശബ്ദം വിറച്ചിരുന്നു. ഉറക്കച്ചടവോടെ ഫോൺ എടുത്ത ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. ഈ രാത്രി എന്ത് ചെയ്യാനാടാ? നീ എന്താ ശ്രുതി ബോധമില്ലാതെ സംസാരിക്കുന്നത്? എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മേ. അമ്മ ഒന്ന് പുറത്തേക്കൊന്ന് വരാമോ? എനിക്കൊന്ന് സംസാരിക്കണം, ശ്രുതി കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നീ എന്റെ ഉറക്കം കൂടി കളയണമെന്നുണ്ടോ? മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കോളും, ചന്ദ്രമതി ശകാരിച്ചു. എങ്കിലും മകന്റെ നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രമതി പുറത്തേക്ക് വന്നു. പുറത്തു വന്ന ചന്ദ്ര ശ്രുതിയെ കണക്കിന് വഴക്ക് പറഞ്ഞു. എന്താടാ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്തു പറ്റി നിനക്ക്? ശ്രുതിയുമായിട്ട് വഴക്കിട്ടോ? അതൊന്നുമല്ല അമ്മേ, ഇത് വേറെ വിഷയമാണ് എന്ന് പറഞ്ഞ് ശ്രുതി ആ കത്ത് അമ്മക്ക് നേരെ നീട്ടി. ചന്ദ്രമതി അത് വാങ്ങിച്ചു വായിച്ചു. ഇതെന്താടാ ഇത്? ഇത് ഒരു ലെറ്ററാണ്. എനിക്കറിയില്ല അമ്മേ, ഒരാൾ കടയിൽ വന്ന് തന്നിട്ട് പോയതാണ്. ആരെ കൊണ്ടായിരിക്കും എനിക്ക് അപകടം വരാൻ പോകുന്നത്? ശ്രുതി ഭയത്തോടെ ചോദിച്ചു. ചന്ദ്രമതി അവനെ അടിമുടിയൊന്ന് നോക്കി. അവരുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞിരുന്നു. ഓ, ഇതൊരു പുതിയ നാടകമാണോ? മാസം മാസം തരേണ്ട 50,000 രൂപ തരാതിരിക്കാനുള്ള നിന്റെ അടവായിരിക്കുമല്ലേ ഇത്? ശ്രുതി ഞെട്ടിപ്പോയി. അമ്മേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? പിന്നല്ലാതെ, നീ തന്നെ. നീയല്ലാതെ വേറെ ആരും ഇങ്ങനെ തരികിട പരിപാടിയൊന്നും കാണിക്കില്ല. മര്യാദക്ക് കാശ് തരാനുള്ള വഴി നോക്ക്, ചന്ദ്രമതി തറപ്പിച്ചു പറഞ്ഞു. ശ്രുതിയുടെ മുഖം മാറി. ഒരു തിരിച്ചറിവ് വന്നതുപോലെ അവൻ പറഞ്ഞു. ഓ, എനിക്കിപ്പോഴാ മനസ്സിലായത് ആരെ കൊണ്ടാണ് എനിക്ക് പ്രശ്നം വരാൻ പോകുന്നതെന്ന്. ആരെ കൊണ്ടാടാ? അമ്മയെ കൊണ്ട് തന്നെ, ശ്രുതി വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടതും ചന്ദ്രമതിക്ക് നിയന്ത്രണം വിട്ടു.
അവർ സുധിയെ പൊതിരെ തല്ലാൻ തുടങ്ങി. എന്നെ കൊണ്ടാണോടാ? എന്നെ കൊണ്ട് നിനക്ക് എന്ത് പ്രശ്നമാടാ ഉണ്ടായിട്ടുള്ളത്? നീ കാരണമാടാ എനിക്ക് എന്നും പ്രശ്നം ഉണ്ടാവുന്നത്. ഈ വീട്ടിൽ എന്തോരം അപമാനമാണ് നീ കാരണം ഞാൻ കേട്ടിട്ടുള്ളത്. നീ എന്നെ കുറ്റപ്പെടുത്താണോ? എന്നിട്ടും അടികൊണ്ട് സഹിക്കട്ട സുധി വിളിച്ചു പറഞ്ഞു. മതി അമ്മേ, മതി, നിർത്ത് നിർത്ത്. ഞാൻ ആരെയും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ചന്ദ്രമതി സങ്കടവും ദേഷ്യം കൊണ്ട് വിറച്ചു. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു? എന്നിട്ടും അവസാനം നീ എന്നെ തന്നെയാണോടെ സംശയിക്കുന്നത്? സുധി തിരിച്ചു ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം അമ്മേ? ഇതെന്റെ അഭിനയമാണെന്നാണ്. അമ്മയും ആന്റിയും കൂടി എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? അമ്മയുടെ സ്വർണത്തിന്റെ വിഷയത്തിൽ ഞാനും നാണം കെട്ടതല്ലേ? അതിന്റെ പ്രതികാരമാണോ ഇത്? നീ എന്താടാ സുധി പറയുന്നത്? നിനക്കത് വട്ടായോ? ചന്ദ്രമതി അന്തം വിട്ടു നിന്നു. ഇനി ഞാൻ ആരെയും വിശ്വസിക്കില്ല അമ്മേ എന്നും പറഞ്ഞ് സുധി ആ കത്തും കൊണ്ട് ഇരുട്ടിലേക്ക് തന്നെ നടന്നു. മകന്റെ പോക്ക് കണ്ട് ചന്ദ്രമതി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഇവൻ ഒരുപാട് ഡിഗ്രിയൊക്കെ എടുത്തു, നല്ല ബുദ്ധിയുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവന് കുറച്ചെങ്കിലും ഒന്ന് തിരിച്ചറിവ് കൊടുക്കണേ. പിറ്റേന്ന് രാവിലെ ചന്ദ്രോദയം വീടുണർന്നത് പുതിയൊരു വിശേഷവുമായിട്ടാണ്. സച്ചിയുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി പുതിയൊരു ഡ്രൈവർ എത്തിയിരുന്നു. വെളുത്ത ഷർട്ടിട്ട് മാന്യനായൊരു ചെറുപ്പക്കാരൻ കാർത്തിക്. രവീന്ദ്രൻ സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഹാ, സച്ചി പറഞ്ഞിട്ട് വന്നതാണല്ലേ, വാ. സച്ചി അവിടേക്ക് വന്നു. അച്ഛാ, ഇത് കാർത്തിക്. ഇനി മുതൽ ഇവനാണ് നമ്മുടെ കാർ ഓടിക്കാൻ പോകുന്നത്. അച്ഛൻ ആ താക്കോൽ അനുഗ്രഹിച്ച് ഇവന് കൊടുക്കണം. രവീന്ദ്രൻ ആ താക്കോല് വാങ്ങി പ്രാർത്ഥനയോടെ തന്നെ കാർത്തികിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. നന്നായി വരട്ടെ, ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, നല്ല രീതിയിൽ സമ്പാദിക്കാനും കഴിയട്ടെ. രവീന്ദ്രൻ അനുഗ്രഹിച്ചു. സച്ചിയും അവനെ ചേർത്ത് പിടിച്ചു. എടാ, അച്ഛന്റെ അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. നിനക്ക് സ്വന്തമായി ഒരു കാർ എടുക്കാനും ഇതുപോലെ ഒരുപാട് കാറുകൾ വാടകയ്ക്ക് കൊടുത്ത് വലിയൊരു ഓണർ ആവാനും സാധിക്കട്ടെ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ചന്ദ്രമതിയുടെ മുഖം കറുത്തു. ഒരു നല്ല കാര്യം നടക്കുമ്പോൾ വെറുതെ അപശകുനം പറയല്ലേ സച്ചി, അവർ പിറുപിറുത്തു. സച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സച്ചി പറഞ്ഞു, അമ്മ പറഞ്ഞോട്ടെ അച്ഛ, അമ്മയുടെ വായിൽ നിന്നെങ്ങാനും നല്ലത് വീണാലേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. ഇതിപ്പോ കുഴപ്പമില്ല. ശ്രുതിയും ശ്രുതിയും വരാന്തയിൽ നിന്ന് ഇതെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് അസൂയ വ്യക്തമായിരുന്നു. രേവതി ഡ്രൈവറോട് പറഞ്ഞു. ചേട്ടാ, സച്ചിയേട്ടൻ ചേട്ടന്റെ സുഹൃത്തായിരിക്കും, പക്ഷേ ജോലിയിൽ അത് കാണിക്കരുത്. കൃത്യമായി വണ്ടി ഓടിക്കണം, മദ്യപിക്കരുത്. രവീന്ദ്രൻ അതിനെ പിന്തുണച്ചു. അതെ, സച്ചിക്ക് അങ്ങനത്തെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ആത്മാർത്ഥമായി ജോലി ചെയ്യണം. സച്ചി അഭിമാനത്തോടെ ഡ്രൈവറോട് പറഞ്ഞു. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നീയും എന്നെ പോലെ വളരണം, വലിയൊരു ബിസിനസ്സുകാരനാവണം. ഇത് കേട്ട് സുധി ശ്രുതിയോട് പതുക്കെ പറഞ്ഞു. നോക്കിക്കോ, ഇവൻ ബിസിനസ്സുകാരനാവും, ഇവൻ ഉണ്ടയാവും. എന്റെ കടയിൽ നിന്നും എന്നെ പറ്റിച്ചുകൊണ്ട് പോയവനല്ലേ ഇവനെ. ഇവന്റെ കാറും കൊണ്ട് ഡ്രൈവർ ഓടിപ്പോവും. ശ്രുതി അവനെ വിലക്കി. പതുക്കെ പറ സുധി, സച്ചി എങ്ങാനും കേട്ടുകഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. സച്ചി സുധിയുടെ പരിഹാസം കേൾക്കാത്ത ഭാവത്തിൽ അങ്ങ് ചിരിച്ചു. ഞാൻ ബിസിനസ്സുകാരൻ ആവുമോ എന്നൊക്കെ ഓർത്ത് ചിലർക്ക് നല്ല അസൂയാണ്. സുധിക്കത് കൊണ്ടു. അവൻ മുന്നോട്ട് വന്നു പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ബിസിനസ്സുകാരനാവാനൊന്നും പറ്റില്ല. അതിന് യോഗ്യതയും കഴിവുമൊക്കെ വേണം. ഇത് കേട്ട രേവതിക്ക് ദേഷ്യം വന്നു. ആർക്കാണ് ഇവിടെ യോഗ്യതയില്ലാത്തത്? ആത്മാർത്ഥതയും കഴിവുമുണ്ടെങ്കിൽ ആർക്കും ഒരു ബിസിനസ്സുകാരനാവാം. നിങ്ങൾക്ക് മാത്രമേ ബിസിനസ് തുടങ്ങാവൂ എന്ന് നിയമമുണ്ടോ? ശ്രുതി അതിൽ ഇടപെട്ടു. രേവതി, നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? എന്റെ ഭർത്താവിന് കഴിവില്ലെന്ന് പറയാൻ നിന്റെ ഭർത്താവിന് എന്ത് യോഗ്യതയാണുള്ളത്? ചന്ദ്രമതി സുധിയെ ന്യായീകരിച്ചു. എടി നിർത്തടി, സച്ചിക്ക് എന്റെ സുധിയോട് അസൂയാണ്. അവൻ ബിസിനസ്സുകാരനായതുകൊണ്ടുള്ള അസൂയ, അല്ലാതെ എന്താ? അന്നേരം സച്ചി പൊട്ടിത്തെറിച്ചു. ആരെ കണ്ട് അസൂയപ്പെടാന്? ഇവനെ കണ്ടിട്ടോ? 5 ലക്ഷം രൂപ ഇവന്റെ അടുത്ത് നിന്ന് തന്നെ അടിച്ചു മാറ്റിയവനെ കണ്ട് ഞാൻ അസൂയപ്പെടണോ? അതെ, എനിക്ക് നല്ല അസൂയുണ്ട്. സുധി നാണം കെട്ടു. എടാ നിർത്ത്. അത് എന്റെ ചീത്ത സമയം കൊണ്ട് സംഭവിച്ചതാണ്. ചീത്ത സമയം കൊണ്ടല്ല, നിന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. സച്ചി തിരിച്ചടിച്ചു. രേവതി സച്ചിയെ ആശ്വസിപ്പിച്ചു. സച്ചിയേട്ടാ, പറയുന്നവരെന്തും പറയട്ടെ, ചേട്ടൻ വലിയ നിലയിലെത്തും. 100ഉം 200ഉം കാറുകൾ വാങ്ങി ഒക്കെ വലിയ മുതലാളിയാവും. പിന്നെ കളിപ്പാട്ടക്കാരായിരിക്കും. ചന്ദ്രമതി പരിഹസിച്ചു. പക്ഷേ അതൊന്നും വകവെക്കാതെ സച്ചി ഡ്രൈവറോട് പറഞ്ഞു. എടാ കാർത്തി, ആ കാറ് പുറത്തുണ്ട്. ഇനി മുതൽ അത് നിന്റെ സ്വന്തം കാറായി കണ്ട് ഓടിക്കണം. സുധി അപ്പോഴും തന്റെ പഴയ ചിന്തയിൽ തന്നെയായിരുന്നു. എന്നെ ചുറ്റിപ്പറ്റിയുള്ളവർ എനിക്ക് അപകടം വരുത്തുമെന്ന കത്തിലെ ആ വരികൾ അവൻ ഓർത്തു. ഈ വന്ന പുതിയ ഡ്രൈവറെയും അവൻ സംശയത്തോടെ നോക്കി. ഇവന്റെ നോട്ടവും ഭാവവും ശരിയല്ല. ഇവനെ കൊണ്ടാവുമോ ഇനിയൊരു പക്ഷേ എനിക്കിനി ആപത്തുണ്ടാവാൻ പോകുന്നത്? സുധി ചോദിച്ചു. ശ്രുതി തലയിൽ അങ്ങ് കൈവച്ചു. എന്റെ സുധി, ഇങ്ങനെ കാണുന്നവരെ മുഴുവൻ ഇങ്ങനെ സംശയിക്കല്ലേ. ഇതൊരുമാതിരി ഭ്രാന്താണ്. ഇല്ല, ഇതിനൊരു അവസാനം കാണണം. എനിക്ക് വേറെ വഴിയുണ്ട് എന്ന് പറഞ്ഞ് സുധി ധൃതിയിൽ വസ്ത്രം മാറി നേരെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സുധി നേരെ പോയത് തന്റെ സുഹൃത്തായ ആനന്ദിന്റെ അടുത്തേക്കാണ്, പാർക്കിലെ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. അവനെയും കൂട്ടി സുധി ഒരു പ്രശസ്തനായ ജോത്സ്യനെ കാണാൻ തന്നെ തീരുമാനിച്ചു. യാത്രക്കിടയിൽ ആനന്ദ് ചോദിച്ചു. എന്താടാ സുധി നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? സുധി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തു. എടാ, എനിക്കൊരു കത്ത് കിട്ടി. എനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും എനിക്ക് വലിയ ആപത്ത് വരാൻ പോകുന്നു എന്ന് അതിൽ എഴുതിയിരിക്കുന്നു. എനിക്കാകെ പേടിയാവുന്നു. ആനന്ദ് ചിരിച്ചു. നിന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ആപത്തുണ്ടാവൂ സുധി, നീ വെറുതെ പേടിക്കുകയാണ്. അല്ലടാ, ഇത് ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്.
ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഇയാൾ വലിയ ജ്യോത്സ്യനാണെന്ന് കണ്ടു. സത്യം എന്താണെന്ന് അറിയാലോ? ആ കത്ത് ആരാണ് തന്നതെന്നും ആരാണ് ശത്രു എന്നും അറിയണം. അതിനാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ജ്യോത്സ്യന്റെ ഇല്ലത്തെത്തി. ഗൗരവക്കാരനായ ജ്യോത്സ്യൻ അവരെ കണ്ട് അകത്തേക്ക് വിളിപ്പിച്ചു. എന്താ പ്രശ്നം? അദ്ദേഹം ചോദിച്ചു. സുധി വിറക്കുന്ന കൈകളോടെ ആ കത്ത് ജ്യോത്സ്യൻ എടുത്തു കൊടുത്തു. ഇതാണ് പ്രശ്നം സ്വാമി. ആരോ എനിക്ക് തന്നതാണ്. എനിക്ക് വല്ല ആപത്തും വരുമോ? ജ്യോത്സ്യൻ ആ കത്ത് വാങ്ങിയില്ല. പകരം സുധിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആ നോട്ടത്തിൽ സുധി ഒന്ന് പതറി. തന്റെ മുഖം കണ്ടാലറിയാം താൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന, പാപങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് ജ്യോത്സ്യൻ കടുപ്പിച്ചു പറഞ്ഞു. സുധി അത് കേട്ട് ഞെട്ടിപ്പോയി. ഏയ്, അങ്ങനെയൊന്നുമില്ല സ്വാമി. പ്ലീസ്, എനിക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നുണ്ടോ? അതൊന്ന് നോക്കി പറഞ്ഞു തരണം. ജ്യോത്സ്യൻ കവടി നിരത്തി. രാശികൾ നോക്കി അദ്ദേഹത്തിന്റെ മുഖം ഗൗരവത്തിലായി. അദ്ദേഹം സുധിയെ നോക്കി പറഞ്ഞു. തീർച്ചയായും നിങ്ങളെ കാത്തു വലിയൊരു അപകടം തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അതൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. ആ വാക്കുകൾ കേട്ട് സുധി ആകെ തകർന്നു പോയി. അവൻ ആകെ പേടിച്ചു വിറച്ചിരുന്നു. സ്വാമി, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സ്വാമി ഒരു വിചിത്രമായ പരിഹാരം തന്നെ അതിന് പറഞ്ഞുകൊടുത്തു. ഈ വസ്ത്രധാരണ മാറ്റണമെന്നും ഓരോ ദിവസവും ഓരോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ മാറി മാറി ഇടണമെന്നായിരിക്കും അതിന് പറഞ്ഞുകൊടുത്ത പ്രതിവിധി. സുധിയോട് അപ്പൊ തന്നെ ആ ഒരു ഷർട്ട് അവിടെ നിന്നും ഊരി മാറ്റാനും പറഞ്ഞു. എന്നിട്ട് ഇന്ന് ശനിയാഴ്ചയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ശനിയാഴ്ച മഞ്ഞ വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് പറഞ്ഞ് സുധിയുടെ ഷർട്ട് അഴിച്ചു മാറ്റിക്കൊണ്ട് തന്നെ ഒരു മഞ്ഞ തുണിയെടുത്ത് സുധിയെ കൊണ്ട് പുതപ്പിച്ചു. അതിനുശേഷം ഓരോ ദിവസവും ഏതൊക്കെ കളറിലുള്ള ഡ്രസ്സുകളാണ് ധരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊരു കപട ജ്യോത്സ്യനായിരുന്നു. പാവം സുധി അയാളെ അങ്ങേയറ്റം വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ഭയഭക്തി ബഹുമാനത്തോടെ അയാൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്തു. ഇതേ സമയത്ത് വീട്ടിലാണെങ്കിൽ സച്ചിയും രേവതിയും ആ ഒരു കാറ് വാങ്ങിച്ചതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ സുധി അങ്ങോട്ടേക്ക് ഒരു മഞ്ഞ പുതപ്പണിഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സുധിയുടെ ആ ഒരു വേഷവിധാനം കണ്ടുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാവരും ആകെ ഞെട്ടിപ്പോവും. ചന്ദ്രമതിയും ശ്രുതിയും വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ സുധി ഇത്? നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന് സുധി ഒന്നും തന്നെ മിണ്ടുന്നില്ല. സച്ചിയും രേവതിയാണെങ്കിൽ ചിരി അടക്കാൻ കഴിയാതെ നിൽക്കുമായിരിക്കും. സച്ചി സുധിയെ കുറേയധികം കളിയാക്കുന്ന സമയത്തിന് സുധിക്ക് സഹിക്കാനാവാതെ ആ ഒരു മഞ്ഞ പുതപ്പും പൊതിച്ചുകൊണ്ട് തന്നെ സുധി നേരെ ബെഡ്റൂമിലേക്ക് കയറി പോവും. പേടിച്ചു വിറച്ച സുധി ചന്ദ്രമതിയെയും ശ്രുതിയെയും കൂട്ടിക്കൊണ്ടായിരിക്കും മുറിയിലേക്ക് കയറി പോകുന്നത്. എന്നിട്ട് ആ ഒരു ജ്യോത്സ്യനെ കണ്ട കാര്യവും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ജ്യോത്സ്യൻ പറഞ്ഞ പ്രതിവിധിയെ പറ്റിയിട്ടൊക്കെ അവര് സംസാരിക്കാണ്. എന്നാൽ ഇതെല്ലാം കേട്ട ചന്ദ്രമതിക്കും ശ്രുതിക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പോലും സുധി ഭയങ്കര വിശ്വാസത്തിലായിരിക്കും. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.